എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവും പല്ലവിയും കൂടെ ശ്രീഹരിക്കും അച്ഛനും ഒരിക്കലും മണിയറയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പൂർണിമ വന്നിട്ട് മണിയറയെല്ലാം അങ്ങനെ അലങ്കോലം ആക്കിയിട്ട് പോയി. പിന്നീട് സേതു പറഞ്ഞു, കണ്ടില്ലേ അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറയണം, അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നത്. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, ഒരിക്കലും നമ്മൾ പിന്മാറാൻ പാടില്ല സേതുവേട്ടാ, അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ഉണ്ടെന്ന് പറയാ, ഇനിയിപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ആദ്യരാത്രി നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. സേതുവിനല്ല ശ്രീഹരിക്കും കുറെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ കാണില്ലേ, പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കില്ലേ അവൻ ചിലപ്പോ ഈ വിവാഹത്തിലേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ആദ്യരാത്രിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് വളരെ മോശമാവില്ലേ എന്ന് ചോദിക്കാം. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നടത്താതിരിക്കാൻ പറ്റില്ലോ സേതുവേട്ട എന്നൊക്കെ പറയണം. ആ സമയം സേതു പറഞ്ഞു, അന്നെങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുകളിലത്തെ ഏതെങ്കിലും മുറി തെരഞ്ഞെടുക്കാം. ഇവിടെ ഇച്ചിരി വലിയ മുറി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഈ മുറി തെരഞ്ഞെടുത്ത്. ഇനിയിപ്പോ ഈ മുറി വേണ്ടാന്ന് പറയാണ്, മുകളിലത്തെ മുറി മതി എന്ന് പറയാം. അവിടെ പോയി അലങ്കരിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ആ മുറിയില് ശ്രീഹരി ഇരിക്കുക. അപ്പോഴേക്കും അച്ഛൻ ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് അങ്ങോട്ട് കിടന്നു വരിക. പെട്ടെന്ന് ശ്രീഹരിക്ക് ഒരു വെപ്രാളം. ശ്രീഹരി പറഞ്ഞു, അല്ല അത് പിന്നെ സേതുവേട്ടൻ നിർബന്ധിച്ച് എന്നെ ഈ മുറിയെ കൊണ്ട് ഇരുത്തിയതാന്ന് പറയും. അതിനെന്താ ശ്രീഹരി ഇവിടെ ഇരുന്നോളാൻ പറയാ. അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ എന്താ ശ്രീഹരി ഇതെന്താ പാലൊക്കെ, അത് പിന്നെ പാൽ ഇതിനാന്ന് അറിയത്തില്ലേ, ഞാൻ പകുതി ശ്രീഹരി പകുതി കുടിക്കും, പിന്നീട് ഞാൻ പകുതി കുടിക്കും, അങ്ങനെയാണല്ലോ വേണ്ടത്. ശ്രീഹരി പകുതി കുടിച്ചിട്ട് എനിക്ക് തരാൻ പറയാണ്. അങ്ങനെ ശ്രീഹരി പെട്ടെന്ന് പകുതി പാല് കുടിക്കുകയാണ്. അച്ഛനും കൊടുത്തു, അച്ഛനും കുടിച്ചു. ആ സമയത്ത് ശ്രീഹരിക്കൊരു വെപ്രാളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രീഹരി പറഞ്ഞു, അല്ല അത് പിന്നെ അച്ചു ഞാൻ കാരണം അച്ഛൻ്റെ ജീവിതം താർന്ന് അച്ഛന് തോന്നുന്നുണ്ടോന്ന് ചോദിക്കുക. എന്തിന്, എനിക്ക് അങ്ങനെയൊന്നുമില്ല ശ്രീഹരി, ഞാന് സത്യത്തില് ശ്രീഹരിക്ക് അറിയാലോ എത്രമാത്രം ശ്രീഹരിനെ സ്നേഹിച്ചിരുന്ന്, എനിക്ക് ഇഷ്ടമായിരുന്നു ഈ വിവാഹത്തിന്, അതുകൊണ്ടല്ലേ ഞാൻ ശ്രീഹരിയുടെ മുന്നിൽ തല കുനിച്ചു തന്നെ. അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കും ശ്രീഹരിക്ക് തോന്നുന്നുണ്ടോ? അല്ല അങ്ങനെയല്ല, ഇനിയിപ്പം നമ്മൾ രണ്ടുപേരും ഒരാൾ കട്ടിലേലും ഒരാൾ താഴെ ആയിരിക്കും അല്ലേന്ന് ചോദിക്കുക. എന്താ ശ്രീഹരി അങ്ങനെ പറഞ്ഞ, ഇഷ്ടപ്പെടാത്ത വിവാഹം കഴിച്ച സീരിയലിനകത്ത് കാണാറില്ലേ, ഒരാൾ കട്ടിലേലും ഒരാൾ പായിട്ട് നിലത്തും കിടക്കുന്നത്. ഓ അപ്പൊ ശ്രീഹരി അതൊക്കെ കാണാറുണ്ടല്ലേന്ന് ചോദിക്കുക. അതല്ല മിത്രേണ്ണ അവിടെ ഇരുന്ന് കാണുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാനും കുറച്ച് കാണും. അത് ശ്രീഹരി അതൊക്കെ സീരിയലില്, ഇത് പക്ഷെ നമ്മുടെ യഥാർത്ഥ ജീവിതമല്ലേ, ഇതിനകത്ത് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ട്, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അങ്ങോട്ട് പോയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യണം. അവള് അച്ചു ലൈറ്റ് ഓഫ് ചെയ്യണം. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ പത്രം വന്ന് അങ്ങോട്ട് പത്രക്കാരൻ ഇട്ടിട്ട് പോയ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഋതുവും സേതുവും കൂടെ പറന്നു വരുവാണ്. രണ്ടുപേരും പത്രത്തെ പിടിവലി ഉണ്ടാക്കുവാണ്. ആ സമയം സേതു പറഞ്ഞു, എനിക്ക് വേണം ആദ്യം പത്രം വായിക്കേണ്ടത്, ഞാൻ വായിക്കുമെന്ന് പറയണം. ഋതു പറഞ്ഞു, അങ്ങനെ ഇപ്പൊ നിങ്ങൾ വായിക്കണ്ട, എനിക്ക് വായിക്കണമെന്ന് പറയണം. അങ്ങനെ പിടിവലി ഇട്ട് അവസാനം പട്ടി കടിച്ചു കീറിയതുപോലെ ആ പത്രം മൊത്തം കുറെ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് മാറുവാണ്. രണ്ടുപേർക്കും വായിക്കാനായിട്ട് കിട്ടിയില്ല. ആ സമയം ഋതുവിന് ദേഷ്യം വന്നു. ഋതു പറഞ്ഞു, നിങ്ങൾ എന്ത് പരിപാടിയാ കാണിച്ചേ, നിങ്ങൾക്കിപ്പോ സമാധാനമായല്ലോ, ആർക്കും ഇല്ലാതെ നശിപ്പിച്ച് കളഞ്ഞപ്പോ അതെങ്ങനെയാ, പറഞ്ഞിട്ട് കാര്യമില്ല, ഋതുവിന്റെ ജീവിതം ഇങ്ങനെ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞില്ലേന്ന് ചോദിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന ഏക ഒരു പണി അത് മാത്രമേ ഉള്ളൂ, ജീവിതം നശിപ്പിക്കാനായിട്ടെന്ന് പറയാം. ഇത് കേട്ടതും സേതു പറഞ്ഞു, ആര് പറഞ്ഞു ഞാൻ ഋതുവിനോട് അച്ഛൻ്റെ ജീവിതം നശിപ്പിച്ചെന്ന്, അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമാന്ന് പറയണം. പിന്നെ തോന്നല് കൂടുതലൊന്നും പറയാനില്ല, അച്ഛന് ഇഷ്ടമില്ലാത്തൊരു ബന്ധം അവളുടെ തലയിൽ പിടിച്ച് കെട്ടിവെക്കുക നിങ്ങൾ ചെയ്തേന്ന് പറയണം. അത് കേട്ടപ്പം സേതു വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം. അനാവശ്യം പറഞ്ഞോ, ഉള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞെന്ന് ഋതു പറയണം. അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ, ആ കല്യാണം നിഖിലുമായിട്ട് മുടങ്ങിപ്പോയെന്ന് ഓർത്തുണ്ട് ആകാശം ഒടിഞ്ഞു വീഴാൻ പോകുന്നൊന്നും ഇല്ലായിരുന്നല്ലോ, കല്യാണം നടത്താതിരുന്നാ പോരായിരുന്നു നീക്കോ. ഓ നീ വലിയൊരു പുണ്യാളത്തി വന്നിരിക്കുന്നു, നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, നീ എന്താ ചെയ്തേന്നും അറിയാം. അച്ഛൻ്റെ കല്യാണം മുടക്കാനായിട്ട് നീ എന്ത് പരിപാടിയായി കാണിച്ചേ, സ്വന്തം ചേച്ചിയുടെ കല്യാണം മുടക്കാൻ നോക്കിയോളോ അവള്, എന്നിട്ടാണ് അവള് വലിയ പുണ്യാളത്തി അമ്മയെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ഋതുവിന് സഹിച്ചില്ല. ഋതു പറഞ്ഞു, അതെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നില് എന്റേതായ ന്യായങ്ങളും കാരണങ്ങളും കാണും, അതിപ്പോ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം സേതു പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാടി നിന്റെ സ്വഭാവം എന്താ, മര്യാദയ്ക്ക് പൊക്കോ, അതാ നല്ല നിനക്ക്, അല്ലാതെ എന്റെ കൺമുന്നിൽ കിടന്ന് ഇനിയും ചലച്ചാണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സേതു ദേഷ്യപ്പെടുവാണ്. പിന്നീട് ഋതു അങ്ങോട്ട് ദേഷ്യപ്പെട്ട് കയറിപ്പോയി. അപ്പോഴേക്കും സേതു ഇങ്ങനെ ആലോചിക്കുക, താൻ അച്ഛൻ്റെ ജീവിതം നശിപ്പിച്ചോ എന്നൊരു ചിന്ത.
ആ സമയത്ത് പല്ലവി അങ്ങോട്ട് വന്നു. എന്താ സേതുവേട്ടാ, എന്താ കാര്യം ചോദിക്കുക. അല്ല പല്ലവി, ഞാൻ അച്ഛൻ്റെ ശ്രീഹരിയുടെ ജീവൻ നശിപ്പിച്ചോന്ന് ചോദിക്കുക. അതെന്താ സേതുവേട്ടാ ഇപ്പൊ അങ്ങനെ ഒരു തോന്നല്? എന്റെ മനസ്സിലേക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ കടന്നു വരുന്നു. അത് മാത്രല്ല ഇപ്പൊ ഋതു പറയുകയും ചെയ്തു, ഞാൻ അച്ഛൻ്റെ ജീവൻ നശിപ്പിച്ചു, അവൾക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. അതൊക്കെ സേതുവേട്ടന് വെറുതെ തോന്നല്ലേ? അത് ഋതു ജയിക്കാൻ വേണ്ടിട്ട് അവൾ ഓരോന്ന് പറയണ. അതൊക്കെ സേതുവേട്ടൻ വിശ്വസിച്ചോ? എനിക്കെന്തോ അങ്ങനെയൊക്കെ തോന്നിയെന്ന് പറയണം. അവള് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതെ, അതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. സത്യമുള്ള കാര്യം എന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് സേതുവിന്റെ കൈ പിടിച്ച് നേരെ അടുക്കളയിലേക്ക് എല്ലോണം. ആ സമയം അച്ഛനോടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അച്ഛൻ്റെ വേഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം സേതു ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇത്രയും ദിവസം ഹാഫ് സാരി ആയിരുന്നു, പക്ഷേ ഇന്ന് ഫുൾ സാരിയൊക്കെ എടുത്താണ് നിൽക്കുന്ന ആള്. അങ്ങനെ അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോഴത്തേനും പെട്ടെന്ന് അച്ചു സേതുവിനോട് എന്താ സേതുവേട്ടാ എന്നെ ഇങ്ങനെ നോക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ട പല്ലി പറഞ്ഞു, അല്ല അച്ഛന് ഭയങ്കര മാറ്റമാണല്ലോ സാരിയൊക്കെ എടുത്ത്. അത് പിന്നെ ഞാനൊരു കുടുംബിനി ആയില്ലേ, ഒരു കുടുംബജീവിതം നയിക്കുകയല്ലേ. ഇന്നലെ മുതൽ ഒരു കുടുംബജീവിതം നയിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാനൊരു ഭാര്യയാന്ന് പറയണേ. ഇന്നലത്തെ പോലെ അല്ലേ ഇന്നു മുതൽ എന്റെ ജീവിതം ആകെപ്പാടെ മാറി മറിഞ്ഞെന്ന് പറയാ. അത് കേട്ടതും പല്ലവി സേതു ഒരു അത്ഭുതത്തോടുകൂടി അച്ഛനെ നോക്കണം. അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നീട് ചായ എടുത്ത് സേതുവിനും പല്ലവിക്കും കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ രണ്ടുപേരും കുടിക്കാൻ പറയണേ. എന്നിട്ട് ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, എങ്ങനെയുണ്ട് ചായ, നല്ലാണെന്ന് ചോദിക്കും. നല്ല ചായയാന്ന് സേതു പറയാണ്. അല്ല എന്ത് പറ്റിയെന്ന് ചായ ഉണ്ടാക്കാനായിട്ട്? അപ്പോഴേക്കും ബേബി ചേച്ചി അങ്ങോട്ട് വന്നു. ബേബി ചേച്ചി വന്നിട്ട് ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ മോളോട് ചായ, പക്ഷെ മോള് സമ്മതിച്ചില്ല. ഇത് കേട്ടപ്പോ അച്ഛൻ പറഞ്ഞു, അതെ എന്റെ ശ്രീഹരിയുടെ കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചായ ശ്രീഹരി കുടിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിപ്പോ നല്ലതാണെങ്കിലും ശരി ചീത്തയാണെങ്കിലും ശരി എന്ന് പറയാം. പിന്നീട് ബേബി ചേച്ചി പറഞ്ഞു, അതെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്റെ വകയാ, അതിന്റെ അടുത്തേക്ക് കൈയെടുത്താൻ വന്നേക്കില്ല കേട്ടോ. ശ്രീഹരിക്ക് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് വേണം ഇവിടുന്ന് കഴിക്കാനായിട്ട്. ഇത് കേട്ട ബേബി ചേച്ചി, അയ്യോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ കൂടുന്നില്ലേ എന്നൊക്കെ ബേബി ചേച്ചി പറയണം. പിന്നീട് സന്തോഷത്തോടെ ചായയായിട്ട് അച്ചു മുറിയിലേക്ക് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന സൂപ്പർ മാർക്കറ്റില് പാറു വന്നിരിക്കുകയാണ്. പാറു മേടിച്ച് വന്നിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയം അവിടെ വിശ്വജിത്വം ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടുപേരും ചോക്ലേറ്റ് ഇരിക്കുന്ന ആ ഒരു ഫ്രിഡ്ജിനടുത്തേക്ക് വരുവാണ്. അങ്ങനെ ചോക്ലേറ്റ് എടുക്കാനായിട്ട് രണ്ടുപേരും കൂടെ അങ്ങ് കൈയിട്ട് കഴിഞ്ഞ് പെട്ടെന്ന് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നേ. ഒരു നിമിഷം വിശ്വജിത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പാറു ഞെട്ടിപ്പോയി. പാറു ചോദിച്ചു, ആഹാ വിശ്വ ഇവിടെ നിന്നാണോ സാധനം വാങ്ങണമെന്ന് ചോദിക്കും. അങ്ങനൊന്നുമില്ല, ഇടയ്ക്ക് ഇവിടെ ഒന്ന് സാധനം വാങ്ങുമെന്ന് ചോദിക്കും. പാർവതിയോ, ഞാനും അങ്ങനെ തന്നെയാ, ഇടയ്ക്ക് ഇവിടെ വന്നും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പറയാ. പിന്നീട് പാറുണ്ട്, അല്ല പാറിന് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമല്ലേന്ന് ചോദിക്കും. അതെ, ഇതേരം വിശ്വജിത്ത് പറഞ്ഞു, ഞാൻ പാറുവിന് വേണ്ടി ഇത് വാങ്ങിക്കാൻ വന്നെന്ന് പറയും. ഇത് കേട്ട് പാറു പറഞ്ഞു, ഇത് ഞാൻ വിശ്വത്തിന് വേണ്ടി എടുത്താന്ന് പറയും. പിന്നീട് കാണിക്കുന്ന അവർ രണ്ടുപേരും കൂടെ ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെ നടക്കണ സമയത്ത് വിശ്വജിത്ത് പറഞ്ഞു, ഞാൻ പാറുവിനെ സമ്മതിച്ചെന്തിരിക്കുന്നു പറയാം. അതെന്താ, പാറുവിനൊരു ഭയമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വലിയ ശത്രുതയിലല്ലേ. എന്നിട്ട് പാറുവിന് ഒരു ടെൻഷൻ ഇല്ലാതെ എൻ്റെ ഒപ്പം നടക്കുന്നില്ലെന്ന് ചോദിക്കുക. ഈ ചോദ്യം കേട്ടതും പാറു ഒരു നാണത്തോട് കൂടിയിട്ട് വിശ്വജിത്തിനെ ഇങ്ങനെ നോക്കുവാണ്. പിന്നീട് പറഞ്ഞു, അതെ ഞാൻ ഇതിന് ടെൻഷൻ അടിക്കണേ, അതിന്റെ കാര്യമൊന്നുമില്ല. നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ പിന്നെ നമ്മളോട് അവർ സംസാരിക്കുന്നതിന് എന്താ കുഴപ്പമിരിക്കണേ എന്ന് പറയണം. നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ മനസ്സ് ശുദ്ധമായിരുന്നാൽ മതി എന്നൊക്കെ പറയണം. പിന്നീട് പറഞ്ഞു, ശത്രുതയാൻ കാരണം എന്താന്ന് അറിയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് ആകെപ്പാടെ വല്ലാത്തൊരു വിഷമമായിപ്പോയി വിശ്വത്തിന്. വിശ്വം പറഞ്ഞു, എനിക്കറിയാം എന്റെ ഏട്ടൻ കാരണമല്ലേ പാറുവിന്റെ ചേച്ചിയുടെ വിവാഹ ജീവിതം തകർന്നു പോയത്, അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. സാരമില്ല, ഇനിയിപ്പം നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിശ്വം, നടക്കാനുള്ളതെല്ലാം നടന്നല്ലോ എന്ന് പറയാണ്. ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാലും പറഞ്ഞാലും അതൊന്നും ഒരിക്കലും ശരിയാവുന്ന കാര്യമല്ലെന്ന് പറയാ. പിന്നീട് പാറു പറഞ്ഞു, ഉടനെ തന്നെ ചേച്ചിന് കേസിന് പോകുന്നുണ്ടെന്നാ കേട്ടത്. സുപ്രീം കോടതി വരെ പോകാനും ചേച്ചി തയ്യാറായിട്ടാ ഇരിക്കുന്നത്. കേസ് എങ്ങനെയും ജയിക്കണമെന്നുള്ളൊരു ഒറ്റ തീരുമാനത്തിലാന്ന് പറയും. അത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു, നല്ല കാര്യം അത്, കാരണം ആ ചേച്ചിക്ക് നല്ലൊരു ജീവിതമുള്ള, വെറുതെ എന്തിനാ അത് നശിപ്പിച്ച് കളയണേ. എത്രയും പെട്ടെന്ന് എന്തിനായിട്ട് എന്നൊരു മോചനം കിട്ടുവാണെങ്കിൽ ആ ചേച്ചിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നൊക്കെ പറയണേ. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി സംസാരിച്ച് നടന്നു പോവാ. പിന്നീട് ശ്രീഹരിയുടെ അടുത്തേക്ക് സേതു കയറി ചെല്ലുവാണ്. ആ സമയത്ത് ശ്രീഹരി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുറിയിലിരിക്കുമായിരുന്നു. സേതുവിനെ കണ്ടോ ശ്രീഹരി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. സേതുട്ടാ, ഞാൻ കുറച്ച് എഴുന്നേക്കാൻ ലേറ്റ് ആയി പോയിട്ടോ സാരില്ല, ഞാൻ ഇപ്പൊ തന്നെ റെഡി ആവട്ടോ എന്ന് പറയണം. എന്തിന്? അല്ല ഇന്ന് ഒരു കല്യാണ വർക്കുണ്ടല്ലോ. ഓ അതാണോ? അതിലെ കാര്യമൊന്നുമില്ല, നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ, നീ ഇനി 2-3 ദിവസം വീട്ടിൽ തന്നെ വേണം. ഇനിയിപ്പോ കല്യാണ വർക്കിനൊന്നും വരണ്ടെന്ന് പറയാ. എന്താ സേതുട്ടാ, അങ്ങനെ അതൊക്കെ ഇപ്പൊ നീ വരണ്ടാന്ന് പറയണം. ഇത് കേട്ടോ ശ്രീഹരിയുടെ മുഖം എന്തുപോലെ ആയിപ്പോയി. ശ്രീഹരി പെട്ടെന്ന് പറഞ്ഞു, സേതുവേട്ടാ നീ എന്താ
നീ ഒന്നും പറയുമൊന്നും വേണ്ട, എനിക്കറിയാന്ന് പറയാണ്. ഈ സമയം പല്ലവി അങ്ങോട്ടേക്ക് വന്നു. പല്ലവി വന്നിട്ട് ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ ഒരു ചർച്ചാന്ന് ചോദിക്കണം. ഒന്നുമില്ലാന്ന് പറയാണ്. സേതു പറഞ്ഞു, ശ്രീഹരി എന്നോട് ക്ഷമിക്കടാ, ഞാൻ കാരണം ഞാൻ നിന്റെ ജീവൻ നശിപ്പിച്ചില്ലേ, നിന്റെ ഇഷ്ടം പോലും നോക്കാതെ ഞാൻ അച്ഛൻ്റെ കഴുത്തിൽ താലി അടത്താൻ പറഞ്ഞേ. നിനക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു കുറ്റക്കാരനാണ്, നിന്റെ ജീവൻ നശിപ്പിച്ചെന്ന്? സേതുവേട്ടൻ എന്താ അങ്ങനെയൊക്കെ പറയണേ? ശ്രീഹരി എന്നൊന്നല്ല, ഇനിയിപ്പൊ അളിയാന്ന് വിളിക്കട്ടോ എന്ന് പല്ലവി പറയണം. അളിയനോ? അങ്ങനെ ഞാൻ വിളിക്കില്ല ശ്രീഹരി നിന്നെ, നിനക്കറിയാലോ എനിക്ക് അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഇനിയിപ്പൊ അത് പറഞ്ഞാൽ മതി സേതുവേട്ടൻ എന്നൊക്കെ പറഞ്ഞ് പല്ലവി കളിയാക്കുവാണ്. പിന്നീട് ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി അതെ, കല്യാണമൊക്കെ കഴിഞ്ഞു, പഴയതുപോലെ ഒന്നും അല്ലെന്ന് പറയണേ. എനിക്കറിയാം, കാരണം എനിക്കിപ്പോഴീ ജീവിതം കിട്ടിയത് നിങ്ങളുടെ രണ്ടുപേരുടെ കരുണ ഞാൻ വിശ്വസിക്കുന്നത്. അച്ചുവിനെ എനിക്ക് ഇഷ്ടമായിരുന്നു, എന്നാലും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ച കാര്യമല്ലെന്ന് പറയും. അത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, വേണ്ട വേണ്ട, കൂടുതൽ സെന്റിയൊന്നും അടിക്കേണ്ടതെന്ന് പറയണേ. അപ്പോഴേക്കും സേതു പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ടല്ലടാ നീ ഈ ത്യാഗം ചെയ്തേ. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഒരുപക്ഷെ നിന്നെ നിർബന്ധിച്ച് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കണ്ടായിരുന്നു. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, ആര് പറഞ്ഞു നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചാന്ന്? ഒരിക്കലും അല്ല, അല്ലേ ശ്രീഹരി എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ശ്രീഹരി ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് സേതുവിന് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പൊ സേതു പറഞ്ഞു, കണ്ടോ ശ്രീഹരിക്കാണെങ്കിൽ നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു, ശ്രീഹരിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ വിവാഹം, അതല്ലേ ശ്രീഹരി എന്ന് ചോദിക്കുക. പെട്ടെന്ന് പല്ലവി പറഞ്ഞു, ആര് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലാന്ന്? അതൊക്കെ വെറും തോന്നല് മാത്രമല്ലേ. ഇത് ഒരാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാ അറിയാം അവർക്ക് ഈ വിവാഹത്തിന് സമ്മതമായിരുന്നോ അല്ലയോ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത്. ഇന്നലെ ഒരു രാത്രി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അവരുടെ മുഖത്ത് നോക്കി അറിയാം ശ്രീഹരി സന്തോഷമാണ്, ശ്രീഹരിക്ക് ഹാപ്പിയാണ് ഈ കല്യാണം കഴിഞ്ഞാലെന്ന് പറയാണ്. അല്ല ശ്രീഹരി എന്ന് ചോദിക്കുക. ശ്രീഹരി ചിരിക്കുകയാണ്. പിന്നീട് സേതു പറഞ്ഞു, അങ്ങനെയാണോ ഒരാളുടെ ബോഡി ലാംഗ്വേജ് കണ്ട അയാളുടെ മനസ്സ് സന്തോഷമാണോ സങ്കടമാണോ തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെയാണ് ഇന്ന് പറഞ്ഞേ എന്ന് പറയാണ്. ഇത് കേട്ടതും പല്ലവി പെട്ടെന്ന് പറഞ്ഞു, അതെ ഒന്നും മിണ്ടായിരിക്കും സേതു ഏട്ടാന്ന് പറഞ്ഞ് മുറിയുന്ന അങ്ങോട്ടേക്ക് പോവാണ്. അതിനുശേഷം പല്ലവി പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സേതുവിനെ കാണുന്നില്ല. സേതു ഒക്കെ കിണറ്റിന്റെ കരയിൽ പോയി നിൽക്കുകയാണ്. എന്താ സേതു ഏട്ടാ? സേതുവേട്ടൻ അതെ ഇവിടെ വന്ന് നിൽക്കണേന്ന് ചോദിക്കാം. ഒന്നുമില്ലാന്ന് പറയാം, എനിക്കെന്തോ ഞാൻ ജീവൻ നശിപ്പിച്ചോന്നൊരു തോന്നൽ വരുന്നുണ്ടെന്ന് പറയാം. അതെ, ആ തോന്നലൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അവരെ കണ്ടറിയാൻ മേലെ സന്തോഷത്തിലാന്ന്, അവര് സന്തോഷത്തിലാണ് ജീവിക്കണം എന്ന് പറയാം. അതെങ്ങനെ പല്ലവിക്ക് മനസ്സിലായി? എന്റെ സേതുവേട്ടാ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കല്യാണം ഇന്നലെ കഴിഞ്ഞാൽ ഇന്ന് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് സംശയം ഉണ്ടായിട്ട് ഞാനിത് ബേബി ചേച്ചിയോട് ചോദിക്കുകയും ചെയ്തു. ബേബി ചേച്ചി പറഞ്ഞു, അച്ഛനും മുഖത്ത് നോക്കി അറിയാന്ന്. അതൊക്കെ അങ്ങനെയാന്ന് പറയണം. എങ്ങനെ? എന്റെ സേതുവേട്ടാ, അവര് കല്യാണം കഴിഞ്ഞല്ലേ, അവരൊരു കുടുംബജീവിതം തുടങ്ങിയെന്നുള്ള കാര്യം സേതുവിന് എന്നിട്ടൊന്നും മനസ്സിലായില്ല. എന്ത് ചെയ്യാനാ, ഈ താടി മുടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, തലയ്ക്കകത്ത് അത്യാവശ്യം പെടുന്നത് ബോധമില്ല അല്ലെന്ന് ചോദിച്ച് പല്ലവി സേതുവെ കളിയാക്കുവാണ്. സേതു പറഞ്ഞാലേ എനിക്ക് അത്ര വലിയ ഈ കാര്യത്തിൽ വലിയ നോളജും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാം. നന്നായി ഇല്ലാത്തെന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കിയിട്ട് പല്ലവി അങ്ങോട്ടേക്ക് പോവാണ്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ സേതു ഇങ്ങനെ ആലോചിക്കുക, ദൈവമേ എങ്ങനെയായി തീരും അവരുടെ വിവാഹ ജീവിതം എന്ന് അറിയത്തില്ല. അത് മാത്രമല്ല പൂർണിമ തന്നെ ഇതുവരെയായിട്ടും അംഗീകരിച്ചിട്ടില്ല, എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല മുന്നോട്ടുള്ള ജീവിതം. ഒരു പക്ഷേങ്കിൽ നാളെ ഇനി പൂർണിമ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോന്ന് പോലും അറിയത്തില്ല. പൂർണിമയ്ക്ക് നല്ല വിഷമമുണ്ട്, തനിക്കും അതുപോലെ തന്നെയാ. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് പൂർണിമ തന്നെ മനസ്സൊന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. അച്ഛനും ശ്രീഹരിക്കും നല്ലൊരു ജീവിതം ഉണ്ടാവാനായിട്ട് എന്ത് വേണം ചെയ്യാനായിട്ട് താൻ തയ്യാറാ. പക്ഷേങ്കിൽ ഇനിയെങ്കിലും അവർക്കൊരു നല്ല ജീവിതം കിട്ടണം എന്നൊരു ചിന്തയൊക്കെ സേതുവിന് മനസ്സിലേക്ക് വരുവാണ്. അതിന് ആരും തടസ്സമായിട്ട് നിൽക്കുക പോലും ചെയ്യരുത്, അങ്ങനെ ഒരു ചിന്തയൊക്കെയാണ് സേതുവിന്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.